ഈ ഒരു ഡിസിഷൻ ബൗണ്ടറി നമ്മൾ മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഈ അടുത്തുള്ള രണ്ട് ഗ്രൂപ്പിന്റെയും അടുത്തുള്ള ഈ രണ്ട് ഡാറ്റ പോയിന്റ്സിന് അല്ലെങ്കിൽ അടുത്തുള്ള പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആയിരിക്കും. ഈ ബേസ് ചെയ്തിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ലൈൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡാറ്റ പോയിന്റ്സിന് എത്രത്തോളം അകലമുണ്ട് ഈ ഒരു ലൈൻ, അപ്പൊ എത്രത്തോളം മാക്സിമം അകലമുള്ള ഒരു ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ഒരു ലൈൻ കണ്ടുപിടിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ രണ്ട് ഗ്രൂപ്പിലെ ഈ ലൈനോട് അടുത്തുള്ള വെക്ടേഴ്സ്. ഇതിനെ നമുക്ക് ഡാറ്റ പോയിന്റ്സ് നമുക്ക് സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയാം. ഡിസിഷൻ ബൗണ്ടറി കണ്ടുപിടിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ പോയിന്റ്സ്, അതാണ് സപ്പോർട്ട് വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ടോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ലൈൻ കണ്ടുപിടിച്ചു. ഈ ലൈനിന് ഈ ഒരു ഡാറ്റ പോയിന്റിൽ നിന്നും ഈ ഒരു ഡാറ്റ പോയിന്റിൽ നിന്നും ഇത്ര അകലമുണ്ട്, ഇത്ര അകലമുണ്ട്. എന്താ മാക്സിമം മാർജിൻ? മാക്സിമം മാർജിൻ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഈ ഒരു ഡാറ്റ പോയിന്റ് ടു ഈ ഒരു ഡാറ്റ പോയിന്റ് വരെ, ഇതിനെ നമുക്ക് മാക്സിമം മാർജിൻ പറയാം. ഇതാണ് ഇവിടുത്തെ സപ്പോർട്ട് വെക്ടർ. ഈ ഗ്രൂപ്പില് ഇവിടുത്തെ സപ്പോർട്ട് വെക്ടർ ഏതാ? ഇത്. ഓക്കെ, അപ്പോ ഇതിനെ നമുക്ക് ഇപ്പൊ ഈ ഒരു ലൈൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് രണ്ട് ടോയ്സിനെയും സെപ്പറേറ്റ് ചെയ്തു. പോസിറ്റീവ് ഹൈപ്പർ പ്ലെയിൻ ഈ ഭാഗം, ഈ ഭാഗത്തിന് നെഗറ്റീവ് ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയും. അപ്പൊ മാക്സിമം മാർജിൻ കണ്ടുപിടിക്കുക, അതിലൂടെ ബെസ്റ്റ് ഫിറ്റ് ഹൈപ്പർ പ്ലെയിൻ കണ്ടുപിടിക്കുക, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോ സപ്പോർട്ട് വെക്ടർ മെഷീനിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ടാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്തത് അല്ലെ. പക്ഷെ റിയൽ ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. അപ്പോൾ 3D ഒക്കെ വരുന്ന സമയത്ത് 3D വരെയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. 3D എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ലൈനെ പ്ലെയിൻ എന്നായിരിക്കും പറയാം. നമ്മൾ 2D റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈനാണ് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മളൊരു 3D അത് റെപ്രസെന്റ് 2D റെപ്രസെന്റ് ചെയ്യുമെങ്കിൽ ലൈൻ ആണെങ്കിൽ 3D നമുക്കതിനെ പ്ലെയിൻ എന്ന് പറയാം. അപ്പൊ ഹയർ ഡയമെൻഷൻസ് 3D എബവ്, 3 ഡയമെൻഷനിൽ എബവ് വരുമ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഡയമെൻഷൻ ആണ് അല്ലെ. ഒരു 11 ഡയമെൻഷൻ വരെയൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്ര ആ ഒരു ഡയമെൻഷൻ ഒന്നും നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. അപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് അത്തരം കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും. ഇവിടെ നമുക്ക് 3D വരെയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പൊ 3D വരെ നമുക്ക് 2D ലൈൻ എന്നാണെങ്കിൽ 3D നമുക്ക് അത് പ്ലെയിൻ എന്ന് പറയാം. അപ്പോൾ ഹയർ ഡയമെൻഷൻ വരുമ്പോൾ ഹൈപ്പർ പ്ലെയിൻ എന്നും നമ്മൾ പറയും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ്